ഹലോ ഗൈസ്, നമ്മളിന്നിപ്പോൾ കളിക്കാൻ പോകുന്ന റോബ്ലോക്സിലെ സ്ക്വിഡ് ഗെയിം ആണ് ഗൈസ്. ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ കളിക്കുന്നത്. സ്ക്വിഡ് ഗെയിം സീസൺ 3 ആണ് ഗൈസ്. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ക്യാഷ് ഇവിടെ ക്ലെയിം ചെയ്യാനുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്ത് നേരെ ഗെയിമിലോട്ട് പോവാം. നമുക്ക് പ്ലെയർ കളിക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ ക്യാഷൊന്നും ഇല്ല. നമുക്ക് ക്യാഷൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഗാർഡും അതൊക്കെ കളിക്കാം ഗൈസ്. ഗാർഡിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങളൊരു 100 ലൈക്ക് തന്നാൽ മതി ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഗാർഡായിട്ട് കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഗെയിം എന്താ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് സ്നോ ബോളൊക്കെ എറിയാൻ പറ്റും. വെൽക്കം പാർട്ടിസിപ്പൻസ് ടു സ്ക്വിഡ് ഗെയിം എക്സ്. അത് പുതിയ ഗെയിമാണല്ലോ, സ്ക്വിഡ് ഗെയിം എക്സ്. അപ്പോൾ ഫ്രണ്ട്മാനൊക്കെ ഓടിപ്പോകുന്നു ഗൈസ്. ഫ്രണ്ട്മാൻ ഇവനല്ലേ ക്ലാസ് മേക്കർ ബൊമാഡുആർ. അതെന്തുവാണ് ഗൈസ് എൻ്റെ പേര്? അവൻ പറയും റിയൽ ഫേക്ക്. പക്ഷേ നമുക്ക് കിട്ടിയില്ല. അത് സാരമില്ല, നമുക്ക് അടുത്തോളം പിടിക്കാം. പാന്തലിൻ ഹൈഡ് ആൻഡ് സിക്ക്. നമ്മൾ തോറ്റി കേസ്. പൊട്ടി നമ്മൾ പൊട്ടി, ഉറപ്പാണ് നമ്മൾ പൊട്ടി. ഹൈഡ് ആൻഡ് സിക്ക് എനിക്ക് പറ്റത്തില്ല. ക്ലാസ് സ്ക്വിഡ് ഗെയിം ഇതെങ്ങനെ കളിക്കണേന്ന് ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അറിഞ്ഞൂടാ കേസ് അത് എന്തുവാന്ന്. ഞാൻ സ്ക്വിഡ് ഗെയിം കണ്ടിട്ടുണ്ട്, പക്ഷേ സ്ക്വിഡ് അത് കളിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ കേസ്. ഒരു കുഞ്ഞാവെ കൊണ്ട് നമ്മുടെ കയ്യിൽ ഇവിടുത്തെ RIP കൊടുക്കുന്നു. RIP കൊടുത്ത് ഒരു കുഞ്ഞിനെ പുതിയ പാർട്ടിസിപ്പൻ്റ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ഗെയിമിലോട്ട് പോവാണ് ഗൈസ്. ഫോട്ടോ എടുത്തേക്കാം. എന്താ ഇത് അനങ്ങാത്ത? പോട്ടെ ചാടി. എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ ഫസ്റ്റ് പോവും. മാറ. നമ്മൾ 15 ഗൈസ്. നമ്മൾ 15 നമ്മുടെ നമ്പർ 15. നമുക്ക് സിയോങ്ങിൻ്റെ നമ്പർ കിട്ടിയാൽ മതിയായിരുന്നു. 486 ചത്ത് ഗൈസ്. എനിക്ക് വെടിയുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് പറയും കേട്ടോ ഗൈസ്. ഞാൻ ചത്തില്ല. കാടനൊക്കെ ഓക്കെ. ഫസ്റ്റ് ഒരു വെടി കൊണ്ട് ഗൈസ് എനിക്ക്. നമുക്ക് അനങ്ങാൻ നിൽക്കാം. ഗ്രീൻ ലൈറ്റ് ഓക്കെ. നമ്മളപ്പോൾ പിന്നെയും നടക്കാൻ എന്തൊക്കെയാലും നമുക്ക് സ്പീഡിൽ പോയി. എൻ്റെ കാലി വെടിയുണ്ട് ഗൈസ്. എൻ്റെ കാലി പൊത്തിപ്പിടിച്ചാൽ ഗൈസ് ഞാൻ നടക്കുന്നത്. എനിക്ക് വയ്യ. അയ്യോ, ഇതൊക്കെയാണ്. നമുക്ക് സ്പീഡിൽ പോകാം. കാടനെ കൊന്നിട്ടില്ല. അതുകൊണ്ട് ഫ്രണ്ട്മാനൊക്കെ കിടന്ന് കറങ്ങുന്നു ഇവിടെ കിടന്ന്. ഏതോ ഒരു ക്യാരക്ടറാണ് ഫ്രണ്ട്മാൻ. നമ്മളെ ഇതിൽ കളിക്കാൻ പോകുന്നത് ബ്ലാക്കിൻ്റെ സൂപ്പർമാൻ്റെ ജെട്ടിയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു ഫ്രണ്ട്മാൻ. അപ്പം നമുക്ക് സ്പീഡിൽ ചാടി ഓടാൻ കഴിയും. അല്ലാതെ വന്നാൽ എനിക്ക് പറ്റത്തില്ല. ഇന്ന് ക്യാരി റിസ്കറ്റാ, പക്ഷേ റിക്വസ്റ്റാ അക്സെപ്റ്റ് ചെയ്ത് കഴിച്ച് നമ്മൾ. ഇവൻ നമ്മളെ എടുത്തോണ്ട് പോകുന്നു കഴിച്ച്. സ്പീഡിൽ കൊണ്ട് കൊല്ലായിരുന്നാൽ മതിയായിരുന്നു. കൊലക്കൊടുക്കല്ലേടാ നീ. എന്തെങ്കിലും ഇവൻ നമ്മൾ എടുത്തോണ്ട് വരുന്നു. ഇവൻ ഏതാ 147 തോന്നുന്നു കഴിച്ച്. അവൻ്റെ നമ്പർ അവൻ്റെ തറയിട്ട് ദുഷ്ടൻ. എനിക്ക് നമുക്ക് സ്പീഡിൽ നടക്കാം. എൻ്റെ കാലി വെടി കൊണ്ട് എനിക്ക് വയ്യ കഴിച്ച്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ എന്നെ എടുത്തോണ്ട്. എൻ്റെ ലൈഫ് കൊണ്ട് കഴിച്ച് ഇപ്പം തന്നെ പകുതിയൊക്കെ ആയി കഴിച്ച് നമ്മുടെ ലൈഫ് ഇപ്പം തന്നെ. എന്തൊക്കെയാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. നമ്മൾ അടുത്ത 27 സെക്കൻഡുള്ള കഴിച്ചു. എന്തൊക്കെയാലും ക്യാരി റിസ്കറ്റ് റിക്വസ്റ്റാ. ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. അല്ല ഞാൻ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടെ കഴിച്ചാൽ ഞാൻ എവിടാണ്ട് പിടിച്ചേക്കി. അടുത്തവനെ ക്യാരി റിസ്കറ്റ് റിക്വസ്റ്റ്. അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. റിക്വസ്റ്റ് ക്യാരി റിസ്ക് പിന്നെയും തെറ്റിച്ച് റിക്വസ്റ്റ് ഗൈസ്. ഇനി ഒന്നുകൂടെ പറയുന്നില്ല. ഇവനിപ്പോൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്നു ഗൈസ്. ഇവനേതാ 157 തോന്നുന്നു. ഞാൻ അവനെ തലക്കിട്ടടിക്കുമോ ഗൈസ് മറ്റേ സ്നോ ബോൾ ഇട്ട് തറ ഇറക്കാൻ. ഇത് നമുക്ക് എറിയാനൊക്കെ പറ്റും. എൻ്റെ കാല് ഇപ്പോഴും ശരിയായിട്ട് ശരിയായി. ഇപ്പം നമുക്ക് ഡാൻസ് കളിക്കാം. മറ്റുള്ളവരെ നമുക്ക് കളിയാക്കാം ഗൈസ്. ഡാൻസ് കളിച്ചു. ഗൈസ് ആ ഗെയിം തീർന്നു. 16 പേര് എലിമിനേറ്റ് ആയി. കൊള്ളാം ഗൈസ്. കാർഡ് ട്രയാങ്കിളാണ്. ഏതൊരു കാർഡ് 16 പേര്. നമുക്ക് ക്യാഷ് പ്രൈസ് 180. എന്ത് മുട്ടായാണോ ഗൈസ് ക്യാഷ് പ്രൈസ്? ജീവനൊക്കെ കൊടുത്ത് പണയപ്പെടുത്തി വന്ന എന്നിട്ട് മുട്ടായാണ് ക്യാഷ് പ്രൈസ്. നമ്മളിനെ സിയോങ് പിടിച്ചു. നമ്മൾ എക്സായി. നമ്മളപ്പോൾ സിയോങ്. നമുക്ക് എക്സിൻ്റെ ഇതിടാം ഗൈസ്. ഇമോട്ടിടാം. ഇപ്പോൾ ഗെയിം തുടങ്ങും. നമുക്ക് അപ്പം ഗെയിം തുടങ്ങുന്ന അങ്ങോട്ട് പോകാം ഗൈസ്. ഗേറ്റ് തുറക്കടാ. തുറന്നു ഗൈസ്. നമ്മൾ ഫോട്ടോയൊക്കെ നേരത്തെ എടുത്തോണ്ടേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ചത്താൽ നമുക്ക് പത്രത്തിൽ കൊടുക്കാൻ ഫോട്ടോയോ നമ്മൾ നേരത്തെ കൊടുത്ത്. അതുകൊണ്ട് ഇനി അത് എടുക്കേണ്ടി വരുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ്. എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ചാവുമ്പോൾ പത്രത്തിൽ കൊടുക്കാം. അടുത്ത ഗെയിമിൻ്റെ പേര് പാന്തലിനാ. ഞാൻ പെന്തലിൻ എന്തോ എനിക്കൊന്ന് അറിഞ്ഞൂടാ ഗൈസ് എന്തുവാന്ന്. നമ്മൾക്കൊരു ടീമിനെ കണ്ടുപിടിക്കണം ഗൈസ്. ഇത് മറ്റേ സ്ക്വിഡ് ഗെയിം 2 മറ്റേ സിയോങ് കളിച്ച മറ്റേ നമ്മുടെ ഫ്രണ്ട്മാനും സിയോങ് കളിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്. ഇവിടെ 4. ഒരുത്തനും കൂടെ വന്ന് കയറി. ഒരുത്തനും കൂടെ കളി ഇപ്പോൾ തുടങ്ങും. ഒരുത്തനും കൂടെ കയറി. കയറി ഗൈസ് കയറി. നമ്മൾ 5 പേരായി. ആരും ഇറങ്ങി പോവല്ലേ? ഓക്കെ നമ്മൾ ഫസ്റ്റ് കളി തുടങ്ങി. ഇറങ്ങി പോയേനെ ഇപ്പോൾ.
ഗൈസ് നമുക്ക് ഏത് വേണോ? ഇത് വേണ്ട, അതും വേണ്ട. നമുക്ക് 1-ാം നമ്പർ എടുക്കാം ഗൈസ്. 1-ാമത്തെ കളി എടുക്കാം. പോടാ. പക്ഷേ കിട്ടി ഗൈസ്. നമുക്ക് ടച്ച് കളിക്കാം. ടച്ചോ ഏതാണെന്ന് മറ്റേ സിയോങ്ങിനെ അവളോട് വിളിച്ചുകൊണ്ട് ആ ഗെയിം നമുക്ക് കളിക്കാം ഗൈസ്. ഫസ്റ്റ് ഞാൻ അല്ലല്ല കളി തുടങ്ങി ഗൈസ്. നമ്മളെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇത് എൻ്റെ കയ്യിൽ സ്നോ ബോൾ ഗൈസ്. നമുക്ക് എറിയാം. അതോ പോയി ഫ്രണ്ട് മാൻ മുന്നിൽ. ഇതെന്തോ അത്രോ ഇങ്ങനെ എറിയണം ഗൈസ് നമ്മളതിൻ്റെ മേളിൽ. കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ കൊല്ലും. ഫ്രണ്ട് മാൻ മുന്നിൽ നിന്ന് നമ്മളെ കൊല്ലാൻ വേണ്ടി നിൽക്കും. അവനെ തല എറിഞ്ഞ് ഞാൻ കലക്കും. പക്ഷേ ഗൈസ് അവനത് അവനെ തോക്ക് വെച്ച് ഉന്നം വെക്കുന്നു. നമുക്ക് ഇവനെ എറിയടാ പെട്ടെന്ന് എറിയടാ. പക്ഷേ അവൻ്റെ മേളിൽ കൊള്ളുന്നു. ലാസ്റ്റ് നിൽക്കുന്നവൻ്റെ മേളിൽ കൊള്ളുന്നു. രണ്ടാമത്തെ അവൻ തീർത്താ ഭാഗ്യം കഴിഞ്ഞ് 3 മിനിറ്റ് 25 സെക്കൻഡാണ് ഗൈസ് നമുക്ക് ഇനി ജയിക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. നമുക്ക് ഇത് സിമ്പിളാണ് ഗൈസ്. എന്താ ഓരോന്ന് ഇങ്ങനെ എടുക്കുന്നത് അല്ലേ? സിമ്പിളാ. നീ പെട്ടെന്ന് നിനക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള നിനക്ക് കിട്ടി. നീ പെട്ടെന്ന് ചെയ്യാൻ നോക്ക് ഗൈസ്. അവൾ കുറേ സമയം കളയുന്നല്ലോ ഗൈസ് ഓരോന്ന് എടുക്കാനുള്ള. ഇനി നമ്മൾ അപ്പോഴത്തേക്കും നമുക്ക് ഇതെറിഞ്ഞ് നമുക്ക് കളിക്കാം. എറി പെട്ടെന്ന് ചെയ്യടി പെട്ടെന്ന് എറി. അവൻ്റെ അണ്ണാക്കി എറിയാം. കൊള്ളുന്നില്ല ഗൈസ്. അത് നേരെ പോവാ ഗൈസ്. കൊള്ളുന്നില്ല. നമുക്കത് അത് കംപ്ലീറ്റ് ചെയ്തോളൂ. അടുത്ത 4-ാമത് കളിക്കുന്ന ആൾ അവനെന്തോ ഉള്ളത്? അവനെന്തോ പമ്പരം കറങ്ങി ഞാൻ അവൻ കറക്ക് അവനല്ലോ. ഇത് കറക്കുന്ന ചുറ്റുമാന്ന് ഗൈസ്. എറിഞ്ഞവൻ കറങ്ങിയാ ഇപ്പോഴാണ് എറിഞ്ഞ് കറങ്ങി ഗൈസ്. നമുക്ക് നേരെ അടുത്തതിലോട്ട് പോകായിരിക്കും. നമ്മൾ നടക്കുന്നു ഗൈസ്. അത് എറിഞ്ഞില്ലെങ്കിൽ ഫുള്ള് പണി പാളിയാനെ ഗൈസ്. എനിക്ക് ആലോചിക്കാൻ വയ്യ. നമ്മൾ തീർന്നതന്നെ. നമ്മൾ സമയം എല്ലാം പോയതേ. ഇപ്പം സമയം അത്യാവശ്യമുണ്ട് ഗൈസ്. പതുക്കെ ചെയ്താൽ മതി. 2 മിനിറ്റ് 24 സെക്കൻഡ് ഉണ്ട്. ഇനി ഇവനെ അറിഞ്ഞൂടെ ജഗിൾ ചെയ്യാൻ? ഇതെന്തോ കൊടുത്തിരിക്കുന്ന ഫ്ലവർ വൈസ് എന്തോ കൊടുത്തിരിക്കുന്നവനെ ജഗിൾ ചെയ്യാൻ. അപ്പം അവൻ ഫുട്ബോൾ കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അടുത്ത അടി ചെയ്യടാ പെട്ടെന്ന്. എറി അവനെ എണ്ണാക്കി പെട്ടെന്ന് അവൻ ചെയ്ത് കഴിച്ചു. ചെയ്യുന്നു ഇല്ല ഇല്ലില്ല ചെയ്യുന്നുണ്ട്. പോയോ? പോയില്ല. നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. നമ്മൾ തീർന്നു ഗൈസ്. നമ്മൾ ജയിച്ചു. നമ്മളാണ് ഗൈസ് ഫസ്റ്റ്. നമുക്ക് പൈസയൊക്കെ കിട്ടി. പൈസ നമുക്ക് ഇമോട്ട് ഇടാം ഗൈസ്. ഇതൊന്ന് സ്നോ എറിയുന്ന ഇമോട്ടാ. പിന്നെ ഏതുണ്ട് ഇമോട്ട്? ഡിപ്രഷൻ വേണ്ട. ഞാൻ ജയിച്ചില്ല. പിന്നെ ഒന്നും ഡിപ്രഷൻ്റെ ഇമോട്ട് വേണ്ട. അത് വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും ഇമോട്ട് ഇടാം ഗൈസ്. ഇനി കുറേ സമയം എടുക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഞാൻ നേരെ ജയിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാതെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാ ഗൈസ്. അത് കണ്ടാൽ ബോറടിച്ചാവും. അതിന് ഫോട്ടോ എടുക്കണ്ടല്ലോ. നമ്മൾ പത്രത്തിൽ കൊടുക്കാൻ ഫോട്ടോ കൊടുത്ത് നമ്മൾ ഓൾറെഡി. ഇനി ഫോട്ടോ വേണ്ട. നമ്മൾ നെക്സ്റ്റ് ഗെയിമിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ നെക്സ്റ്റ് ഗെയിം ഏതാ അറിഞ്ഞൂടെ ഗൈസ്. ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോകണം. വളഞ്ഞു പോവാം. ഞാൻ പോയി. എന്തോ വയറ്റിന് നമ്മൾ താഴെ പോയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും നേരെ ഓടാം. ഇങ്ങോട്ടാണോ വേണ്ടേ? ഗാർഡ് മാറേ. അങ്ങോട്ടല്ല ഗൈസ് പോകണ്ടേ. ഇവന്മാർ നമ്മളെയും കൂടെ വഴി എത്തിക്കും. ഓക്കെ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. വെളിച്ചമുള്ള ഡോർ. ഇതെന്തു കളി ഗൈസ്? നമ്മളാന്ന് തോന്നുന്നു ഇപ്പോൾ ഒരെണ്ണം എടുക്കാൻ പോകണം ഗൈസ്. റെഡ് ബ്ലൂ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി. ഏത് ടീമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കൊന്ന് ഹൈഡാൻസ് കാണുന്നു തോന്നുന്നു ഗൈസ്. ഞാൻ ചത്ത് ഗൈസ്. എന്തൊക്കെ കിട്ടിയാലും ബ്ലൂ ചത്ത്. ക്യാച്ചറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഓടി പിടിച്ചാൽ പോയത് എല്ലാത്തിനെയും. എന്തൊക്കെയാണ് ചത്ത് നമ്മൾ ചത്ത്. ബ്ലൂ ടീം ഫൈൻഡ് ദ എക്സിറ്റ് ഡോർ ഓർ ഷുഡൻ ഹൈഡ് അൺടിൽ ദ റൺസ് ഔട്ട്. കൊള്ളാം. ഹൈഡാൻസൊക്കെ തന്നെ ഗൈസ്. എനിക്കിതുവരെ ഇതിന് എക്സ്കേപ്പ് ആകാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിന് മുമ്പേ റെക്കോർഡ് ചെയ്യാത്തതാണ് ഗൈസ്. ഞാൻ തോറ്റു പോയിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ റെക്കോർഡ് ചെയ്ത് എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. 9-8 കുറച്ച് സെക്കൻഡും കൂടെ ഉള്ളൂ കളി തുടങ്ങാൻ. എനിക്കറിഞ്ഞൂടാ ഈ കിടക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ കുറേ ഞെട്ടി. എനിക്കൊന്ന് താക്കോലാന്ന് തോന്നുന്നു ഗൈസ്. താക്കോൽ മറ്റേ ഡോറിൻ്റെ. നമുക്കെന്നാൽ ഓരോ ചിഹ്നമുള്ള നമുക്ക് ഡോറ് കണ്ടുപിടിക്കണം ഗൈസ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഗൈസ് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇവനാണ് തോന്നുന്നു ഗൈസ് നമ്മുടെ ലീഡർ ഷർമാൻ മാൻതലേൻ. അവനാണ് നമ്മുടെ ലീഡർ മാൻതലേൻ. എന്തൊക്കെയായാലും ഇനിയിപ്പോൾ കളി തുടങ്ങും ഗൈസ്. തുടങ്ങി ഗൈസ് കളി. അപ്പോൾ നമ്മൾ നേരെ എവിടെയെങ്കിലും പോയി വിളിക്കാൻ കഴിയും നമുക്ക് ആദ്യം. അല്ലെങ്കിൽ നമ്മൾ ചത്ത് കഴിയും. എന്തെങ്കിലും 16 സെക്കൻഡ് ഉണ്ട്. അവന്മാരെ നമ്മളെ പിടിക്കുമോ? ഇത് ട്രയാങ്കിളോ? പറ്റത്തില്ല. നമുക്കെന്തെങ്കിലും നമുക്ക് സർക്കിളിന് ഡോറ് കണ്ടുപിടിക്കണം. എൻ്റെ കൂടെ എന്തൊക്കെയാലും അല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടെ വിളിച്ചാലോ ഗൈസ്? കണ്ടുപിടിക്കുമോ നോക്കാം. എന്തൊക്കെയാണ് ഞാൻ കയറി വിളിച്ചിട്ടുണ്ട്. 1-0 കളി തുടങ്ങി. സ്നോമാൻ പോയി. ചത്ത്. എന്നെ കുത്തുന്ന പക്ഷേ എൻ്റെ പുറകിലാരും ഇല്ല. ആരാ കുത്തുന്നത്? വിളിച്ചിരുന്നു. ഡോറ് കിട്ടി. താക്കോലിട്ട് തുറക്ക്. നമ്മൾ തുറന്നു കഴിച്ച് ക്ലോസ് ചെയ്യ് പെട്ടെന്ന്. ഇതെന്താ വരാത്തേ? ഇതിൽ ക്ലോസ് ചെയ്ത് നമ്മൾ സേഫായിന്ന് തോന്നുന്നു.
എന്തൊക്കെയാലും ഇതിന് തുറക്കാൻ പറ്റും. ഇല്ലില്ല, തുറക്കാൻ പറ്റത്തില്ലെന്നാണ് കൈസ് തോന്നുന്നത്. നമ്മളെന്തൊക്കെയാലും ഇവിടെ ഒളിച്ചിരിക്കുക. നമ്മളെ പിടിക്കത്തില്ലെന്ന് നമ്മൾ തോന്നുന്നത്. എന്തൊക്കെയാലും നമുക്ക് നോക്കാം. പിടിക്കുമോ നമുക്ക് നോക്കാം കൈസ്. എന്തൊക്കെയാലും നമുക്ക് നോക്കാം. ഇല്ല, പിടിക്കത്തില്ല. നമ്മൾ ഡാൻസ് ചെയ്യാം കൈസ്. എന്നെ പിടിക്കാൻ പറ്റില്ല. കൈസ് കുത്തി കൈസ്. നമ്മൾ ഇങ്ങോട്ട് ഇട്ടപ്പം ആരുടെ പുറങ്ങിന്ന് കുത്തുന്നേ? ഇടിമേടിക്കും. ആടാ കൈസ് കുത്തുന്നു. എൻ്റെ ലൈഫ് പകുതിയായി കൈസ്. കുത്തുന്നു. ആരുടെ കുത്തുന്നു? ഇറങ്ങി ഓടാൻ കൈസ്. നമ്മൾ അവിടെ ആരോ ഉണ്ട് കൈസ്. കുത്തുന്നു. ചത്ത് കൈസ്. ചത്ത് കൈസ്. എന്നോട് കൈസ് ഡാൻസൊക്കെ എങ്ങനെ കളിക്കണ്ടേ? എന്തൊക്കെയാണ് നമ്മളേതാ പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നു കൈസ് ഗാർഡ്സ്. നമ്മുടെ ട്രയാങ്കുലർ ഗാർഡ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നു. സ്ക്വയറോ ഏതോ ഗാർഡ്സ് ഒക്കെ ഇവിടെ നിൽക്കുന്നു. നമ്മളെ കത്തിക്കാൻ പോകുന്നു കേസ്. കത്തിച്ച് എന്നാലും നമ്മളെ ഒളിച്ചിരുന്ന് കുത്തിയത് എന്തോ ഹൈഡാൻസ് കളിക്കാൻ. അങ്ങനെ അവൻ മിക്കവാറും ഒളിച്ചായിരിക്കും നമ്മളെ കുത്തുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ പീസ് ഔട്ട്.